അപ്പോൾ ഗൈസ്, ഇന്നലത്തെ വീഡിയോൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടാണ് കേട്ടോ ഈ വീഡിയോ വരുന്നത്. ഞങ്ങൾ അറ്റ്ലസിൽ നിന്ന് ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്ത് പുറത്തിറങ്ങണത് വരെ ഞങ്ങൾ കണ്ടിരുന്നല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അങ്ങനെ നെസ്റ്റോൾ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പെരിന്തൽമണ്ണ തന്നെ നെസ്റ്റോൾക്ക് പോയി നേരിട്ട്. കുറച്ച് സാധനങ്ങൾ എന്തായാലും വാങ്ങാണ്ട് അവിടെ തന്നെ വാങ്ങിയിട്ട് പോകാൻ വിചാരിച്ചിട്ട് നെസ്റ്റോൾ പോയിട്ടോ. അവിടെ നിന്ന് ചെന്ന പാടന്നെ ആസിമോൻ ആദ്യം വേഗം ട്രോളി എടുത്ത് വരികയാണ്. എനിക്ക് നല്ല തലവേദന ഉണ്ടായിരുന്നു യാത്ര ചെയ്തിട്ട് കേട്ടോ. മണ്ണാർക്കാട് പോയി അവിടെ നിന്ന് അങ്ങനെ തിരിച്ച് പെരിന്തൽമണ്ണയിൽ കൂടെ ഒക്കെ കറങ്ങിയിട്ട് എനിക്ക് മൈഗ്രെയിൻ്റെ തലവേദന ഉണ്ടായതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെന്ന പാടന്നെ അവിടെ നിന്ന് ഒരു ബോട്ടിൽ വെള്ളം മേടിച്ചിട്ട് ഗുളിക ഉണ്ടായിരുന്നു കയ്യിൽ. വണ്ടിയിൽ എപ്പോഴും ഗുളിക സ്റ്റോക്ക് വെക്കും. ആദ്യം തന്നെ ഒരു ഗുളിക എടുത്ത് കഴിച്ചു കേട്ടോ. എന്നിട്ട് പിന്നെ ഇതാ സാധനങ്ങളൊക്കെ ഇങ്ങനെ നോക്കുകയാണ്. എണ്ണയും സാധനങ്ങളൊക്കെ എടുത്തു. എന്താ പറയുക, ഓഫറും നോക്കുന്നുണ്ട് കേട്ടോ. ഓഫർ മാത്രം നോക്കിയിട്ടും കാര്യമില്ലല്ലോ, നമ്മൾ ക്വാളിറ്റിയും കൂടി നോക്കണ്ടേ. അപ്പോൾ ഒരു നല്ല കൂടിയ റേറ്റിനും അല്ല, എന്നാൽ പറ്റ കുറഞ്ഞതും അല്ല, ഒരു മീഡിയം ലെവലിലൊക്കെ അങ്ങനെ സാധനങ്ങൾ എടുത്തു. പിന്നെ ഇതാ നോൺ വെജ് ഐറ്റംസ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. മക്കൾ ആദ്യം പോയത് തന്നെ ഞണ്ടിൻ്റെ അടുത്തേക്കാണ് കേട്ടോ. പിന്നെ അതാ കുറച്ച് മട്ടനും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ രസമുണ്ട് കേട്ടോ. കുഞ്ഞുമോളിക്ക് എപ്പോഴും സലാഡ് ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് ഓള് കുറേ ഇങ്ങനെ നോക്കി നിന്നിട്ട് ഒലീവിൻ്റെ സലാഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഓൾക്ക് പറ്റിയില്ല കേട്ടോ. ഇതിൽ ഉപ്പൊന്നുമില്ല, എരി മാത്രമേ ഉള്ളൂ, പുളിയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അയാളത് അങ്ങോട്ട് തന്നെ തിരിച്ചിട്ടിട്ട് പിന്നെ ഓള് വേറെ സലാഡാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ആസിമോന് ആദ്യം ഡോണറ്റ് മതി പറഞ്ഞിട്ട് കുറേ അതിൻ്റെ അടുത്ത് പോയി. പിന്നെ പറഞ്ഞു അല്ലെങ്കിൽ വേണ്ട എനിക്ക് കേക്ക് മതി പറഞ്ഞിട്ട് കേക്ക് വാങ്ങിച്ചു കൊടുത്തു കേട്ടോ. അപ്പം ഞാനിതിപ്പോൾ തന്നെ കഴിക്കുകയാണ് പറഞ്ഞിട്ട് റഷ്യ തുറന്നു കൊടുക്കുകയാണ്. എന്നിട്ട് എന്തായാലും നമ്മൾ ബില്ല് ചെയ്യണമെങ്കിൽ അതിൻ്റെ ബോക്സ് വേണമല്ലോ. അപ്പം എന്നാൽ കേക്ക് റഷ് എടുത്ത് അവിടെ നിന്ന് തന്നെ കഴിക്കാൻ വേണ്ടി കൊടുക്കുകയാണ് കേട്ടോ കുട്ടികൾക്ക്. അങ്ങനെ ഓനതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അനുമോൻ പിന്നെ ഓനക്ക് ഇഷ്ടപ്പെട്ട എന്തോ ഒരു മിഠായിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ആ സാധനങ്ങളൊക്കെ പിന്നെ ഞങ്ങൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ എടുത്തു. വീട്ടിലേക്കുള്ള സാധനങ്ങളാണ് കാര്യമായിട്ട് പർച്ചേസ് ചെയ്തത് കേട്ടോ. ഇതിൻ്റെ സമയം ഒരുപാടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ പർച്ചേസിങ് കഴിഞ്ഞ് പിന്നെ ബില്ലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധനങ്ങളൊക്കെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. എങ്ങനെ പർച്ചേസിങ്ങൊക്കെ കഴിഞ്ഞിട്ട് എന്തോ പിന്നെ ജാംജൂമിൽ നിന്ന് ഞാനൊരു കുക്കർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറിയ കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് അവിടെ നിന്നൊന്ന് മാറ്റും വേണം, കാണിച്ചു കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് ഇനി ജാംജൂമിക്ക് പോവുക. കുറച്ച് സാധനങ്ങൾ അവിടെ നിന്നാണ് ഞങ്ങൾ സ്ഥിരം സാധനങ്ങൾ വാങ്ങൽ കേട്ടോ. പെരിന്തൽമണ്ണ പോവുകയാണെങ്കിൽ അവിടെ നിന്നാണ് സാധനങ്ങൾ വാങ്ങൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ അവിടുന്ന് ബില്ലൊക്കെ ചെയ്ത് പിന്നെ ഞങ്ങൾ അങ്ങനെ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ ചെയ്തത്. അവിടെ ചെന്ന് നോക്കുമ്പോഴോ നല്ല അടിപൊളി പരിപാടി എടുക്കുകയാണ് കേട്ടോ. നമ്മൾ അല്ലൂറ ബ്രൈഡൽ റെൻ്റൽ ഷോപ്പില്ലേ പെരിന്തൽമണ്ണ വാവാസ് മാളിൽ. അപ്പോൾ അതിൻ്റെ എന്താ പറയുക ഫാഷൻ ഷോ അവിടെ നല്ലൊരു പരിപാടി എടുക്കുകയാണ് കേട്ടോ. എന്തൊക്കെയാണ് ഞങ്ങൾ ചെല്ലുമ്പോൾ അവാർഡ് ദാനമൊക്കെയാണ്. അപ്പോൾ അതിലങ്ങനെ പങ്കെടുക്കാൻ പറ്റി, അത് കാണാനും അങ്ങനെ. അപ്പം അതവിടെ എൻജോയ് ചെയ്തിരുന്നു. ഗാനമേളയും പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറേ നേരം അതും നോക്കി അങ്ങനെ നിന്ന് പിന്നെ ലാസ്റ്റ് ഞങ്ങൾ നോക്കിയപ്പോൾ ഇതിന് എന്ത് ചെയ്തു അറിയോ, 11 മണിയായപ്പോൾ ജാംജൂം ക്ലോസ് ചെയ്തിരിക്കണ്. ഇത് നോക്കി നിന്നിട്ട് സമയം പോയത് അറിഞ്ഞതുമില്ല. പിന്നെ ഞങ്ങൾ കഴിഞ്ഞപ്പോൾ ഇനി എപ്പോഴെങ്കിലും പോകുമ്പോൾ ശരിയാക്കാമെന്ന് വിചാരിച്ചിട്ട് നാട്ടിലേക്ക് തിരിക്കുകയാണ് കേട്ടോ ചെയ്തത്. അങ്ങനെ ഇതാ വരുന്ന വഴിക്ക് ഞങ്ങൾ ഫുഡും കഴിച്ചിങ്ങാണ്ട് പിന്നെ അങ്ങനെ വീട്ടിലേക്ക് വന്നിട്ടോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പുതിയൊരു വീഡിയോയിലേക്ക് വരുന്നതായിരിക്കും. ബൈ ബൈ.